ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇതിന് 1 കപ്പ് ഉഴുന്നാണ് ഞാനിവിടെ ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 സ്പൂൺ ഉലുവ, അതും കൂടെ നമുക്ക് ഇതിനോടൊപ്പം ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് അരി ഇടാം. ഇത് ഇഡ്ലി അരിയാണിത്. ഇത് നമുക്ക് ഉഴുന്ന് 1 കപ്പാണ് ഇടുന്നതെങ്കിൽ നമുക്കിതിന് ഒരു 4 കപ്പ് അരി ഇടണം. ഇപ്പോൾ ഇത് രണ്ടും നമുക്ക് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം കുതിരാൻ വേണ്ടിയിട്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഈ ഉഴുന്ന് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് നല്ല വെള്ളം, കുടിക്കുന്ന വെള്ളം തന്നെയാണ് ഞാൻ ഇതിൽ ഒഴിച്ചേക്കുന്നത്. ഇതിപ്പോൾ കുതിരാൻ വേണ്ടി ഒരു 4-5 മണിക്കൂർ നമുക്ക് മൂടി വെക്കാം. ഇപ്പോൾ ഉഴുന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഗ്രൈൻഡറിൽ വെച്ച് അരച്ചെടുക്കാം. നമുക്ക് ഉഴുന്ന് ഗ്രൈൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഉഴുന്ന് കുതിരാൻ വെച്ചിരുന്ന വെള്ളം തന്നെയാണ് ഞാൻ ഇതിലോട്ട് അരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് അരയ്ക്കാം. ഇതിലോട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ മതി. ഇപ്പോൾ 10 മിനിറ്റായി ഉഴുന്ന് അരയ്ക്കാൻ ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിലോട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കൂടുതൽ ഒഴിക്കാൻ പാടില്ല. ഉഴുന്നിലോട്ട് കൂടുതൽ വെള്ളമായാൽ അത് ആ ഒരു ഫ്ലഫി ടെക്സ്ചർ വരില്ല. ഇപ്പോൾ 25 മിനിറ്റായി. ഇത് അരഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് അരഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ഇത് കണ്ടോ, ഇപ്പോൾ ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് അരി അരയ്ക്കാൻ ഇടാം. അപ്പോൾ നമുക്ക് അരി അരയ്ക്കാൻ ഇട്ട് കൊടുക്കാം. അരി അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുതിർത്ത് വെച്ചിരുന്ന ആ വെള്ളം തന്നെ ഉപയോഗിക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട്. ഇപ്പോൾ 10 മിനിറ്റായി. അരി നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം.
അപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം. ഈ മാവ് ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഫെർമെൻറ്റേഷൻ ആകാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു 8 മണിക്കൂർ വെക്കാൻ പോവുകയാണ്. നാളെ രാവിലെ ആകുമ്പോൾ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. നെക്സ്റ്റ് ഡേ രാവിലെയാണ്. അപ്പോൾ നമ്മുടെ മാവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് കണ്ടോ, മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ നമുക്ക് ഇഡ്ഡലി കോരി വെക്കാം. എനിക്ക് ഇങ്ങനെ തുണി വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാനാണ് കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്ക് അല്ലാതെ എണ്ണ പൊറ്റിയിട്ടും ഇഡ്ഡലി ഉണ്ടാക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ തുണി വെച്ച് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലി ഒരുപാട് സമയം വളരെ സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ ഈ മാവ് കലക്കണ്ട, ഇങ്ങനെ തന്നെ എടുത്തു വെച്ചാൽ മതി. അപ്പോൾ ഇത് ഒരു 10 നിമിഷം സ്റ്റീം ചെയ്ത് നമുക്ക് ഇഡ്ഡലി വേവിച്ചെടുക്കാം. ഇഡ്ഡലി ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് അതിനുമ്പോൾ കുറച്ച് വെള്ളം ഇതിനോട്ട് തെളിച്ചു കൊടുക്കാം. ഇത് കണ്ട് ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി നല്ല ഫ്ലഫി ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിത് ഞാൻ മുറിച്ച് കാണിക്കാം. നിങ്ങൾ ഈ രീതിയിലല്ല ഇഡ്ഡലി ഉണ്ടാക്കുന്നതെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് ഇഡ്ഡലി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.